ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ബ്രെഡിനോടൊപ്പം അപ്പത്തിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ ആണ്. ഒരിക്കലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് നോൺ വെജ് ഡിഷസിൽ ഒന്നായിരിക്കും ഈ ബീഫ് സ്റ്റൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് 5-6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതാണ്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സും അതുപോലെ 2 ടേബിൾ സ്പൂൺ റൈസിൻസും കൂടെ, ഉണക്കമുന്തിരി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ആ സെയിം പാനിലേക്ക് തന്നെ ഒരു കഷ്ണം പട്ട, 5-6 ഗ്രാമ്പു, പിന്നെ ഒരു 3 ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ വഴന്ന് ഗോൾഡൻ കളറായി വരേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല. ഒന്നൊന്ന് ട്രാൻസ്പെറൻ്റായി വന്നേച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ സവോളയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് വരുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് ഒരു കിഴങ്ങ് ഇതുപോലെ കുറച്ചൊരു വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്, അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, വലിയൊരു ക്യാരറ്റാണ്, അതും കൂടെ അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത്. അതായത് ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്താണ് ഇത്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അവിടെ ബീഫ് ഒട്ടും വെള്ളം ഇല്ലാഞ്ഞിട്ട് തന്നെ കുറച്ച് അതിനകത്ത് നിന്ന് തന്നെ വെള്ളം ഉണ്ട് കേട്ടോ. നമ്മൾ വേവിച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ കൂടിയാട്ടോ, ആ സ്റ്റോക്കും കൂടെ കൂടിയാണ് ചേർക്കണത്. ഇതെല്ലാം കൂടെ നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റ് വേണ്ടി വരും കേട്ടോ ഇതൊന്ന് കുക്കായി വരാനായിട്ട്. അപ്പോൾ ആ സമയത്തിന് ഒരു 12 കാഷ്യൂ നട്ട്സ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ, കാരണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോയും അതുപോലെ ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ടിൻ്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ എടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത്. ഒരു 10 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലാണ് നന്നായിട്ട് അരഞ്ഞു വരത്തുള്ളൂ. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കൊഴുപ്പായിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ഇതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയായി പോട്ടോ, കാരണം ഒരു രക്ഷയില്ലാത്ത മണവും ഒക്കെ ആയിരിക്കും കേട്ടോ, നല്ല രസമായിട്ടുള്ള മണമൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് 1/2 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തിളപ്പിക്കാനൊന്നും പാടില്ല. ജസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ അതായത് ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്യൂസും റൈസിൻസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ തന്നെ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് മൂടി വെച്ചേക്കും കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു കറിവേപ്പിലയുടെയൊക്കെ കളറൊന്ന് മാറിപ്പോട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പയ്യൊന്ന് കളർ മാറിയേക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റായപ്പോൾ കറിവേപ്പിലയുടെ കളർ നമ്മുടെ പച്ച കളർ മാറിയിട്ട് ഒരു വാടിയ കളറായിട്ട് വരുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതായത് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. ഞാനിതിപ്പോൾ അപ്പത്തിനോടൊപ്പം കേട്ടോ സെർവ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ അപ്പം രാത്രിയിൽ അരി അരച്ച് വെക്കാണ്ട് തന്നെ
ഉണ്ടാക്കിയെടുക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ അന്നേരം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. അതുപോലെ ഇത് കണ്ടില്ലേ, ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.